അമ്മാവൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അവിടെ എന്തോ വലിയ ബഹളം കേട്ടല്ലോ. എന്തുവായിരുന്നു? എന്റെ പൊന്നുമോളെ, ഒന്നും പറയണ്ട. ഞാൻ ഇത്തിരി കള്ളു കുടിച്ചു പോലും. ഇനി എങ്ങനെ കുടിക്കാതിരിക്കും? നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ഭാര്യ, നിന്റെ അമ്മാവി. അങ്ങ് ചത്തു. ആകെ ഉള്ള ഒരു മോൻ ഗൾഫിൽ പോയി ഒരുപാട് സമ്പാദിച്ച് വരുമെന്ന് വിചാരിച്ചത് ഇങ്ങനെയായി. പിന്നെ ഒരു പെണ്ണുണ്ട്, അവക്കാണെങ്കിൽ പറക്ക മുട്ടിയിട്ടില്ല. ഉണ്ടായിരുന്ന വീട് ജപ്തി ചെയ്തു പോയി. ഇപ്പൊ എനിക്ക് ജോലിയാവട്ടെ വരുമാനമാവട്ടെ ഇല്ല. എന്നാ പിന്നെ പെങ്ങൾക്കൊരു സമാധാനമാവട്ടെ എന്ന് കരുതി വന്നു. അപ്പൊ എന്തുവാ, പടമേടിച്ച് പന്തളം തീർന്നപ്പോ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെയായി. അവിടെ നോക്കുമ്പോ എന്റെ സരസമ്മ കിടന്ന് കഷ്ടപ്പെടുന്നു, വനജയും കൊച്ചും കഷ്ടപ്പെടുന്നു. എന്നാ പിന്നെ നീയെങ്കിലും സന്തോഷമായിട്ടിരുന്നേ എനിക്ക് അത്രയും സമാധാനമായത്. അതുകൊണ്ടോ നീയും കഷ്ടപ്പെടുന്നു. അമ്മാവൻ കൂടുതൽ പഞ്ചാരിയൊന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെടുന്നേനെ അമ്മാവനും കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഹോ, അന്ന് എന്നോട് വന്ന ആ കള്ളത്തരമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ മനുഷ്യ തിരിച്ചു വരാനുള്ള അവസാനത്തെ മാർഗം അടഞ്ഞു. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. അതാ നിന്റെ മനസ്സ്. ഇടി മോളെ, ഞാൻ കടിച്ച വിഷം ഞാൻ തന്നെ ഇറക്കിക്കൊള്ളാം. നീ നോക്കിക്കോ, സച്ചിദാനന്ദനെ ഞാൻ ഇവിടെ ഈ മുറ്റത്ത് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. നിന്റെ നേരമാവനായി പറയണത്. ഓ, ആദ്യം കൊണ്ടുവാ, എന്നിട്ട് ബാക്കി പറയാം. എന്നിട്ട് പറയാം. പക്ഷേ നീ എനിക്ക് 100 രൂപ തരണം. കൊണ്ടുവരുമ്പോഴേ തരാം. അത് പറ്റത്തില്ല. കൊണ്ടുവരുമ്പം 500 രൂപ തരണം. പക്ഷെ ഇപ്പൊ യാത്രക്കൂലിയായിട്ട് ഒരു 100 രൂപ. പൊന്ന അമ്മാവാ, നമ്മളെ അങ്ങ് വിട്ടേക്ക്. എനിക്ക് കൊച്ചിന് ഫീസ് കൊടുക്കാൻ പോലും കാശില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, 50 താ. അമ്മാവൻ എനിക്ക് ഭർത്താവിനെ ഉണ്ടാക്കി തരണ്ട, പോരായോ? പോരാ, 10 അതിൽ താഴ്ത്തില്ല. ഈ അമ്മാവിന്റെ ഒരു കാര്യം. പിടി 10. ഇനി ഞാൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ സത്യം കാണും. കാവിലമ്മയാണ് സത്യം. പതുക്കെ പതുക്കെ നോക്കിപ്പോ, സൂക്ഷിച്ച്. നടക്കുന്ന നടപ്പ്. എന്തൊരു നാറ്റം. സച്ചിയില്ലേ ഇവിടെ? അച്ചിയോ? ഇവിടെ അച്ചിയില്ല, അച്ഛനുമില്ല എന്റെ അമ്മാവാ. ദൈവമേ, എട്ടും പുട്ടും തിരിയാത്ത കുഞ്ഞുങ്ങള് കള്ളു കുടിക്കാനും തുടങ്ങിയോ? എടാ നിനക്കൊക്കെ എന്തോ പ്രായമുണ്ട്. നിന്റെ ഒക്കെ വീട്ടില് ചോദിക്കാനും പറയാനും ആരും ഇല്ലയോടാ കുട്ടിക്കുരക്കന്മാരെ? അത് പിന്നെ അമ്മാവ ഒരു രസത്തിന്. രസമോ? ഇടാ, രസത്തിന് കഴിക്കാൻ പറ്റിയ സാധനമാണോ ഇത്? മക്കളെ, നിങ്ങളുടെ വീട്ടുകാര് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി തന്ന് കോളേജ് വിടുന്നത് എന്തിനാ? എന്തിനാടാ എലുങ്കൂസേ? പഠിക്കാൻ. എന്നിട്ട് നിങ്ങളിവിടെ താമസിച്ച് വൃത്തികെട്ട കൂട്ടുകെട്ടം നടത്തി കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ജീവിക്കണമെന്നറിഞ്ഞ നിങ്ങളുടെ അച്ഛനമ്മമാര് ചങ്ക് മുട്ടി ചാവൂടാ, ചാവും. എടാ പിള്ളാരെ, ശ്രീ നാരായണ ഗുരു എന്താ പറഞ്ഞത്? മദ്യം വിഷമാണ്, അത് കുടിക്കരുത്. അറിയാമോടാ മരമാക്രികളെ? മക്കളെ, നിങ്ങൾക്ക് ചെറിയ പ്രായം, കരളും കൂമ്പുമൊക്കെ വളർന്നു വരുന്ന പ്രായം. ഈ പ്രായത്തിൽ കള്ളുകുടിച്ചാ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? പിന്നെ നിങ്ങൾക്കൊരിക്കലും ഇത് നിർത്താൻ പറ്റത്തില്ല.
ഇതെന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക. ഇത് ഈ അമ്മാവനെ പോലെ കുറച്ച് പ്രായവും പക്വതയും ബുദ്ധിയും വിവരവുമുള്ളവരാ കഴിക്കേണ്ടത്. മനസ്സിലായോ? ആ, അത് ശരി. ഞങ്ങളുടെ പ്രായത്തിൽ കഴിച്ച നിർത്താൻ പറ്റത്തില്ലല്ലോ. എടാ, എന്റെ ഈ പ്രായത്തിൽ തന്നെ നിർത്താൻ പറ്റുന്നില്ല. പിന്നെയാണോടാ നിന്റെയൊക്കെ പ്രായത്തില്? ഇരിക്കടാ, അമ്മാവനും ഇരിക്കാം. ഇരി ഇരി. ആ ആ അത് അനന്തമജ്ഞാനമവർണ്ണനീയം അയ്യോ, ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിനൊരൊരിടത്തിരുന്ന് നോക്കുന്ന മർദ്ദൻ ഗതിയെന്തു കണ്ടു. അങ്കിളേ, ഒരു മിനിറ്റ് നിൽക്കണേ. ഇവിടെ ഒരു സാധനമുണ്ട്, അങ്കിളിന് തരാനാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പിള്ളേരെ, എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാനുള്ള പ്രായമല്ല. എന്നെ വിട്ടേരെ. അല്ലങ്കിളെ, വന്ന് എടുത്തോണ്ട് പോ പ്ലീസ്. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അയ്യോ, ഇതെന്ത് പറ്റി? എന്തോ പറ്റാ. ഹേയ്, സംഗതി പോയതാ. നല്ല ഫോമിലായിരുന്നു, പെട്ടെന്ന് സംഗതി അങ്ങ് പോയി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്ന എന്തിനാ? ഞാൻ എന്തോ തെറ്റാ നിങ്ങളോട് ചെയ്തത്? ദാണ്ട കിടക്കുന്നു. എടാ, നമ്മൾ ദ്രോഹിച്ചെന്ന്. നമ്മൾ ആശിച്ച് മോഹിച്ചൊരു പൈന്റ് വാങ്ങിച്ചു വെച്ചപ്പം ഈ കിളവൻ വന്ന് കാടി മോന്തുന്ന പോലെ മുഴുവനും വലിച്ചു കയറ്റിയതും പോരാ, നമ്മൾ ദ്രോഹിച്ചെന്ന്. എന്റെ പൊന്നു സാറേ, ഇങ്ങനൊന്നും പറയരുത്, ദോഷം കിട്ടും. ഏതായാലും സംഭവിച്ചു. എങ്ങനെയെങ്കിലും ഈ കക്ഷി ഒന്ന് മാറ്റിത്തരണം. വാ, പിടിക്ക്. സൂക്ഷിച്ചേ, താഴെയിട്ട് പൊട്ടിക്കരുത്, ഒരവസ്ഥ. ഓക്കെ. ഇതൊരു ശല്യമായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അയ്യോ അച്ഛൻ, അച്ഛാ, അയ്യോ അച്ഛൻ, എന്റെ അച്ഛൻ വന്നല്ലോ. കേറി വാ അച്ഛാ. അമ്മേ, അമ്മേ ഓടി വാ, അച്ഛൻ വന്നു. കേറി വാ അച്ഛാ. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു എന്റെ അച്ഛൻ വരുമെന്ന്. സച്ചി മോനെ, നീ വന്നോ? കേറി വാ മോനെ. വിമലേ,
വന്ന് വിളിച്ചോണ്ട് പോ. ഓ അമ്മ ഇങ്ങനെ ഇടന്ന് അലറി വിളിക്കാതെ നാട്ടുകാർ കൂടെ കേൾക്കുമല്ലോ. നീ പോടിയായിരുന്നു. എടീ നിന്റെ ചേച്ചിയുടെ ഭർത്താവാ. അവൻ തിരിച്ചു വന്നത് അവന്റെ നല്ല മനസ്സ്. പിന്നെ നമ്മൾ നല്ലതുപോലെ പെരുമാറി അവനെ വേണ്ടതുപോലെ സ്വീകരിക്കണം. അതാ വേണ്ടത്. പിന്നെ എനിക്കിനി ആരെ സ്വീകരിക്കാനും വയ്യ സൽക്കരിക്കാനും വയ്യ. അമ്മൂമ്മ തന്നെ അങ്ങ് ചെയ്താ മതി. അല്ലേലും എനിക്ക് അറിയായിരുന്നു അച്ഛൻ വരുമെന്ന്. കേറി വാ അച്ഛ. അത് നീയല്ലല്ലോ പറയേണ്ടത്. നിന്റെ അമ്മാവനെ വിളിച്ചോണ്ട് വാ. അമ്മാവൻ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ വരെ വന്നിട്ട് വെറുതെ മുഖം വെറുപ്പിച്ച് നിക്കാതെ അച്ഛ. സരസമ്മോ ഓടി വാ. ദേ സച്ചി വന്നിരിക്കുന്നു. എന്റെ മോനെ, നിനക്ക് 100 പുണ്യം കിട്ടും. എടാ, തെറ്റ് ചെയ്യുന്നവരോട് മാപ്പ് കൊടുക്കാനുള്ള മനസ്സാ വലുത്. നിനക്ക് നന്മയെ വരും. ഒരുപാട് മാപ്പ് കൊടുക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ടമ്മേ. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എന്ത് നന്മയാ എനിക്ക് വരാനുള്ളത്? മോൻ അകത്തോട്ട് വാ. ആരപ്പാ ഇത്, മഹാരാജാവോ? നീ എവിടെ ഇനിയും കാലുകുത്തത്തിൽ നിന്ന് പറഞ്ഞു പോയതല്ലയോ? പിന്നിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ച് മതിയായോ? അതോ നിനക്ക് തന്നെ പുറത്ത് മതിയായോ? ഞാൻ ആരെയും കണ്ണീരും കുടിപ്പിക്കുന്നില്ല, കള്ളും കുടിപ്പിക്കുന്നില്ല. വന്നത് വേറൊരു കാര്യത്തിനാ. അയ്യോ അച്ഛൻ. അച്ഛാ എന്തു പറ്റി അച്ഛാ? അച്ഛാ അമ്മാവാ. അമ്മാവനോ? അങ്ങോട്ട് ഇറങ്ങണ്ട. അങ്ങോട്ട് ഇറങ്ങും. പിടിക്കാൻ പതുക്കെ പതുക്കെ. അയ്യോ കൊച്ചാട്ട്, ഇതെന്തോ പറ്റി? എന്നെ കണ്ണീര് കുടിപ്പിക്കാനായിട്ട് അമ്മാവനെ പറഞ്ഞു വിട്ടതെങ്കിൽ അത് കുറച്ച് ക്രൂരമായി പോയി. ഞാൻ വല്ലയിടത്തും പോയി വല്ലപാടും ജീവിച്ചോളാം. എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്. ഇതെവിടെ എടാ രാമകൃഷ്ണ, ഇതാ ഭൂലോകം. നന്നായിട്ട് നോക്കിക്കോ. കൊച്ചാട്ടാ, ഇതെന്തോ പണിയാ കാണിച്ചത്? ഞാൻ ഇതെവിടെ എടാ ഞാൻ ചെല്ലമ്മ പിള്ള. എടാ രാമകൃഷ്ണ, നീ അടിച്ചു ബൂസായി വഴി കിടന്നപ്പോ സച്ചി എടുത്തോണ്ട് വന്നതാ. വിമലേ വിമലേ മോളെ ഓടി വാ. അമ്മാവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എല്ലാരും കണ്ണു തുറന്ന് നോക്ക്. സച്ചിയെ ഞാൻ കൊണ്ടുവന്നു. ഇനി കൊണ്ടുവന്നില്ലെന്നാരും കുറ്റം പറയരുത്. കൊണ്ടുവരാമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. അതിന് അമ്മാവിന് കുറച്ച് കള്ള് കൂടുതൽ കൂടിയിരുന്നു. അത് സാരമില്ല. എന്റെ അനന്തരവയ്ക്ക് വേണ്ടി ഞാനൊരു കടല് തന്നെ കുടിച്ചു വെച്ചിരിക്കും. അതായി രാമകൃഷ്ണൻ നായർ. നോക്ക്, നിന്റെ ഭർത്താവിനെ കൊണ്ടുവന്നു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാട. ഓഹോ, അത് ശരി. ഇതും നാടകമായിരുന്നല്ലേ? വളരെ നന്ദിയുണ്ട്. അനിയ, വണ്ടി എടുക്ക്. വെയിറ്റിംഗ് ചാർജ് അധികമാക്കണ്ട. സച്ചി, നീ ഒന്ന് ഇറങ്ങി വാ. വാ. വേണ്ട. എടി വിമലേ, നീ ഇങ്ങോട്ട് വാടി. വന്ന് വിളിക്ക. അച്ഛാ പോവല്ലേ അച്ഛാ? വേണ്ട മോളെ, അച്ഛാ ശരിയാവില്ല മോളെ. അയ്യടാ, അവൻ അത്ര പത്രസാണ് പോട്ടെ. ഓ എവിടെ പോവാനാ? എവിടെ പോയാലും താഴെ വന്നേ സമ്മാനമേ ഉള്ളൂ. ആ വണ്ടി വിട നീ. അച്ഛാ അയ്യോ സച്ചി, അമ്മൂമ്മ. വാടി. എൻ്റെ വീടൊരു വലിയ നാടകത്തിന്റെ അരങ്ങ് പോലെയാ. സ്ഥിരം നടീനടന്മാരാ, പക്ഷെ വേഷങ്ങൾ മാറി മാറി വരും. ഒന്നോർത്താ വീച്ചേട്ടന്റെ ജീവിതം വളരെ രസമാ. ഒരു ദിവസം ബോറടിക്കില്ലല്ലോ. എന്നും എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാവും. യു ആർ ലക്കി. ആ അതെ അതെ, ലക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നും ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷണമാണ്.
ദാരിദ്ര്യത്തിലാണ് ആളുകളുടെ സ്നേഹം നമുക്ക് മനസ്സിലാവുന്നത്. വീച്ചേട്ടൻ എല്ലാത്തിനെയും വലിയ കാര്യമായിട്ട് കാണുന്നതുകൊണ്ടാ ഇതെല്ലാം. ഭയങ്കര ആകാംക്ഷ, പ്ലാനിങ്. അതെങ്ങനെ? എന്റെ അച്ഛന്റെ ട്രെയിനിങ് അല്ലേ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യണം. അങ്ങനെ സത്യം പറയാലോ, ഇയാളുടെ ഈ പ്ലാനിങ് ഒക്കെ വെറുതെയാ. ജീവിതം വരുന്നത് പോലെ നേരിടണം, കഴിയുന്നത് പോലെ മുന്നോട്ട് പോണം. അതാ വേണ്ടത്. ഞാൻ കുറച്ച് പഴഞ്ചനായിപ്പോയി. നിങ്ങളൊക്കെ ചെറുപ്പക്കാര്, പുതിയ ആളുകള്. എനിക്ക് ഈ വയസ്സം കളി കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. ഞാനൊരു കിളവനാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് ഇയാൾ കുറെ പാടുപെടുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് വഴക്കില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പൊ ദേ പിന്നെയും തുടങ്ങി. എന്റെ അമ്മ കുഞ്ഞേ, എനിക്ക് പ്രായത്തിൽ കവിഞ്ഞ ക്ഷീണമുണ്ട് മനസ്സിന്. എന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ക്ഷീണം വരാതിരിക്കും? എല്ലാ ചുമതലയും ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് ദീർഘശ്വാസം വിടാന്ന് വിചാരിക്കുമ്പോഴാ ദിവസം ഓരോന്ന് പുതിയത് വന്നു കയറും. ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ജീവിതമെന്നൊന്നില്ല. പ്ലാനിങ് ഉണ്ടായാൽ തന്നെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെ പ്ലാനിങ് ഇല്ലെങ്കിലുള്ള കാര്യം പറയണോ? ഇയാള് പ്ലാൻ ചെയ്തോണ്ടിരുന്നു, അതേ ഇയാൾക്ക് വിധിച്ചിട്ടുള്ളൂ. ദേവിച്ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. നമുക്കിപ്പോ ഉറച്ചു നിൽക്കാൻ ഒരു അടിത്തറയായി. ഇനി ആരെയും പേടിക്കണ്ട. പണം വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ ഈ റേറ്റിൽ മുന്നോട്ട് പോയാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ 5 ലക്ഷമാണ് എല്ലാത്തിന്റെയും മൂലധനം. അത് തിരിച്ചു കൊടുക്കാൻ സമയമായി. പ്രത്യേകിച്ചും അവിടെ എല്ലാവരും അത് അറിഞ്ഞ സ്ഥിതിക്ക്. വേണ്ട വേണ്ട, അമ്മൂമ്മയുടെ കയ്യിൽ ഇപ്പം പൈസ കൊണ്ടു കൊടുത്താൽ അവിടെ കടന്തൽ കൂടിളകും. എല്ലാം കൂടെ അമ്മൂമ്മയെ കുത്തി ശരിപ്പെടുത്തും. പാവപ്പെട്ടവരുടെ വീട്ടിൽ പൈസ വന്നാൽ പിന്നെ ഒരു ശത്രു വേറെ വേണ്ട. തമ്മി തല്ലി ശരിയാവും. പണം പെടുത്തും പാട് എന്ന് കേട്ടില്ലേ? അതെ, ദാഹിക്കുമ്പോഴാണ് മനുഷ്യർക്ക് വെള്ളം കൊടുക്കേണ്ടത്, അല്ലാതെ ദാഹിച്ച് ചത്തു കഴിഞ്ഞിട്ടല്ല. ഓ, ഇയാൾക്ക് പിന്നെ ആവശ്യമുള്ളപ്പോ ഒന്നും ആർക്കും കൊടുക്കുന്ന ഇഷ്ടമല്ലല്ലോ. ഞാൻ വീട്ടിൽ പോവാ. പൊയ്ക്കോ, പക്ഷെ ഞാനും വരുന്നുണ്ട്. പേടിക്കണ്ട, കൂടെ താമസിക്കാനൊന്നുമല്ല. ആ കാശ് തിരിച്ചു കൊടുക്കാനാ. 5 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് അമ്മുമ്മയ്ക്ക് കൊടുക്കണം. അതിനേക്കാൾ ദ്രോഹമൊന്നും ഞങ്ങളുടെ വീട്ടിൽ അമ്മക്കുഞ്ഞിന് ചെയ്യാൻ ബാക്കിയില്ല. അത് അമ്മുമ്മ എല്ലാവർക്കും വീതിച്ചു കൊടുക്കട്ടെ. ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യത്തിന് ഉപകരിക്കും. വനജയ്ക്ക് സ്വന്തമായൊരു തൊഴിൽ വേണ്ടേ? വീച്ചേട്ടൻ അമ്മ എത്രയോ കാലമായി കിടന്ന് കഷ്ടപ്പെടുന്നു. വിമലച്ചയുടെ ഭർത്താവ് പിണങ്ങിപ്പോയിട്ട് ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ? എല്ലാം കൂടി 5 ലക്ഷം കൊണ്ട് നടക്കൂ? നടക്കുന്നത് നടക്കട്ടെ. ഞാൻ ഏതായാലും തീരുമാനിച്ചു. വീച്ചേട്ടൻ ഇനി എതിരൊന്നും പറയണ്ട. തീരുമാനിച്ച സ്ഥിതിക്ക് നടക്കട്ടെ. ബാക്കിയെല്ലാം ഓരോരുത്തരുടെ വിധി പോലെ. എല്ലാം എന്റെ വിധിയാ. എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞതാ, ഞാൻ കേൾക്കാൻ വേണ്ടി മാത്രം.